ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയിൽ രാധികയെ കാണാൻ എത്തിയിരിക്കുകയാണ് ജീവ. ആരും കാണാതെ രണ്ടുപേരും സംസാരിക്കുന്നു. വളരെ ടെൻഷനോടെയാണ് രാധിക ജീവയോട് സംസാരിക്കുന്നത്. തൻ്റെ പ്രണയം വീണ്ടും വീണ്ടും ജീവ രാധികയോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോഴും രാധിക പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. എത്ര തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. ഇനിയും എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്കിങ്ങനെ അപേക്ഷയുടെ രീതിയിൽ തന്നെ രാധിക ജീവയോട് സംസാരിക്കുന്നു. ഇതേ സമയത്ത് തന്നെയാണ് മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങുകയും ഇവരുടെ സംസാരം കാണുകയും ചെയ്യുന്നത്. മുത്തശ്ശിയെ ജീവ കാണുന്നു. പെട്ടെന്ന് മുത്തശ്ശിയെ കണ്ടതുകൊണ്ട് തന്നെ ജീവ അവിടെ നിന്ന് പോകുന്നു. രാധിക തിരിഞ്ഞു നോക്കിയപ്പോൾ മുത്തശ്ശി അവിടെ നിൽക്കുന്നത് കണ്ട് വളരെ ടെൻഷനാവുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് രാധിക. മുത്തശ്ശി വളരെ ദേഷ്യത്തോടെ രാധികയുടെ അരികിലേക്ക് വന്നിട്ട് പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് മുമ്പിലേക്ക് തള്ളിയിട്ട് കൊടുക്കുകയാണ്. യശോദ അവിടേക്ക് വന്നു. എന്നിട്ട് ദേഷ്യത്തോടെ മുത്തശ്ശി പറയുന്നു, യശോദ, ഈ വീട്ടിൽ നമ്മൾ അറിയാതെ പാതിരാത്രിയിൽ ഇവിടെ ആരൊക്കെയാ വന്നു പോകുന്നതെന്ന് ഇവളോടൊന്ന് ചോദിച്ചു നോക്കിയേ. ഇങ്ങോട്ട് എഴുന്നേക്കടി എന്ന് പറഞ്ഞ് രാധികയുടെ മുടിയിൽ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് മുത്തശ്ശി. ആരടിയവൻ? എത്ര കാലമായിടി അവൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞ് രാധികയുടെ കരണത്തടിക്കുകയാണ് മുത്തശ്ശി. നീ എന്താടി വിചാരിച്ചത്? നീ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും പൊട്ടന്മാരാണെന്നോ? ഓ, രാധിക മോള് നല്ലത് മാത്രമേ ചെയ്യുള്ളൂന്ന് ദേവനെ കൊണ്ടും യശോദയെ കൊണ്ടും പറയിപ്പിച്ചിട്ട് നിനക്ക് വേണ്ടതൊക്കെ നീ ചെയ്യുന്നുണ്ട്. എന്താടി ഒന്നും മിണ്ടാത്തത്? നിനക്ക് തിരിച്ചറിവ് വേണമെങ്കിൽ ഇവളെയും വേറെ ആരുടെയും കൂടി നാട്ടുകാർ പിടിച്ച് മുന്നിൽ നിർത്തി തരണമെന്ന് യശോദയോട് മുത്തശ്ശി പറയുന്നു. അമ്മ, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് രാധിക യശോദയോട് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, പിന്നെ എൻ്റെ ഭാഗത്താണോ ഈ തെറ്റ്? പറയടി. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പെറ്റിട്ടവളില്ലേ, അവളെ പറയണം. ഇതുപോലെ ഏതെങ്കിലും ഒരുത്തൻ അമ്മയ്ക്ക് സമ്മാനിച്ചതായിരിക്കും നിന്നെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അത് രാധികയ്ക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല. അപ്പൊ പിന്നെ രക്തത്തിന്റെ സ്വഭാവം കാണിക്കണമല്ലോ എന്ന് മുത്തശ്ശി പറയുന്നു. ഇതും രാധികയ്ക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. പക്ഷേ അത് ഇവിടെ ഈ കുടുംബത്തിൽ നടക്കില്ല. യശോദേ, എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിൽ നിന്ന് ഇവളെ അടിച്ചിറക്കിയില്ലെങ്കിൽ നീയും ദേവനും നാണം കെട്ട് ചാകേണ്ടി വരും. പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് അമ്മയോട് സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു രാധിക. യശോദ പറയുന്ന മുത്തശ്ശിയുടെ കണ്ണി കണ്ടത് സത്യമല്ലേ? അല്ലാതെ നിനക്ക് പറയാൻ പറ്റുമോ? ഈ കാര്യത്തിൽ അമ്മ പറയുന്നതിനെ ഞാൻ എതിർക്കില്ല. രാധിക പെട്ടെന്ന് അകത്തേക്ക് പോകുന്നു. യശോദ, നീ എൻ്റെ കൂടെ വരാൻ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇപ്പോൾ യശോദയുടെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. പൂജാമുറിയിൽ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതിന് ഭഗവാന്റെ മുന്നിൽ വെച്ച് തന്നെ ആൻസർ പറയണം. നിന്റെ മനസ്സിൽ അടങ്ങാതെ കിടങ്ങുന്ന വിഷമം എന്താണെന്ന് ചോദിക്കുന്നു. ആദ്യം യശോദയൊന്നും മിണ്ടുന്നില്ല. പറയ്, ഭഗവാന്റെ മുന്നിലും നിന്റെ മോൾക്ക് വേണ്ടി കള്ളം പറയാനാണോ നിന്റെ ഉദ്ദേശം എന്ന് യശോദ ചോദിക്കുമ്പോൾ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ യശോദ കണ്ണനെ നോക്കുന്നു. അമ്മേ, ചില കാര്യങ്ങളുണ്ട് എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ കൺമുന്നിൽ വെച്ച് ചിലത് കണ്ടു. വരുണിൻ്റെയും പ്രിയങ്കയുടെയും രാധികയുടെയും ഇടയിൽ നിന്ന കാര്യങ്ങളായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്ക് പേടിയുണ്ടമ്മേ, അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ വീണുപോയത് എന്ന് യശോദ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു, എന്താ നീ കണ്ടതെന്ന്. അത് എന്ന് പറഞ്ഞിട്ട് അന്ന് ആ രാത്രിയിൽ അവിടെ കണ്ട കാര്യം ആദ്യം തന്നെ യശോദ പറയുന്നുണ്ട്. വരുണിന്റെ മനസ്സിൽ അവൾ ഉറച്ചു നിൽക്കുകയാണ്. പ്രിയങ്കമോളോടൊപ്പം താമസിക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിൽ രാധികയാണ്. ഇതെങ്ങനെയാ ഞാൻ സഹിക്കേണ്ടത്? നമ്മൾ എല്ലാവരും ചേർന്നുണ്ടാക്കിയ കുരുക്കല്ല ഇത് എന്നൊക്കെ യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു, യശോദയെ, തലയ്ക്ക് തീ പിടിച്ചാലും അതിനും ഒരു പരിഹാരമുണ്ടായേ പറ്റൂ. പ്രിയങ്കമോളുടെ ജീവിതത്തെ പറ്റി നമ്മൾ ഗൗരവമായി ചിന്തിച്ചേ പറ്റൂ. അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ. രാധിക ഇവിടുന്ന് പോകണമെന്ന് മുത്തശ്ശി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരണം നമ്മുടെ മുന്നിൽ നടക്കുമെന്ന് മുത്തശ്ശി. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉൾക്കൊള്ളാനാകാത്ത അവസ്ഥയിലെന്നും പറയുന്നു. ഞാൻ ഇനി ആ തീരുമാനം എടുക്കാൻ പോവുകയാണ്. അവൾ ഇനി ഇവിടെ വേണ്ട. ദേവൻ വരുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. തടസ്സം പിടിക്കാൻ നീ വരരുത്. നീ ഇവിടെ തന്നെ ഭഗവാന്റെ മുന്നിലിരുന്നോണം എന്ന് പറഞ്ഞ് യശോദ അവിടെ നിന്ന് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് യശോദ. ദേഷ്യത്തോടെ മുത്തശ്ശി അവിടെ നിന്ന് പോയി കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ ഇരിക്കുകയാണ് യശോദ. രാധികയെ മുറിയിലേക്ക് പോയിരുന്ന് കരയുന്നു. ദേഷ്യത്തോടെ മുത്തശ്ശി എവിടേക്ക് വന്നിട്ട്, എഴുന്നേക്ക്, നിന്റെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വേഗം എടുക്ക്. ഈ കുടുംബത്തിൽ ഇനി നിന്റെ പേരിൽ കണ്ണുനീരൊഴുക്കാൻ വയ്യ. എൻ്റെ മകനും അവൻ്റെ ഭാര്യയ്ക്കും മകൾക്കും സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കണം. അതിന് നിന്റെ ആവശ്യം ഇവിടെയില്ല. പെട്ടെന്ന് സാധനങ്ങൾ എടുത്ത് ഇറങ്ങാൻ നോക്ക്. മര്യാദയ്ക്ക് പറയുന്നത് അനുസരിച്ചോ, ഇല്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്താക്കും. എന്നിട്ട് നാട്ടുകാരെ വിളിച്ചു കൂട്ടി കണ്ണിൽ കണ്ട ആണുങ്ങളുമായിട്ട് നീ അഴിഞ്ഞാടി ഇങ്ങനെ നടക്കുകയാണെന്ന് ഞാൻ പറയും. മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയും. നിന്നെ ന്യായീകരിക്കാൻ ഇവിടെ ആരുമില്ല. നീ ചെയ്ത കാര്യങ്ങൾ മുഴുവനും കണ്ടിട്ടാണ് യശോദ ഈ അവസ്ഥയിലായത്. നിനക്കെന്റെ പ്രിയങ്കമ്മളുടെ ജീവിതം ഇല്ലാതാക്കണം അല്ലേ? മര്യാദയ്ക്ക് ഇറങ്ങി വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് രാധികയെ പുറത്താക്കുകയാണ് മുത്തശ്ശി. കഴുത്തിനെ പിടിച്ച് പുറത്തേക്ക് തള്ളുന്നു.
യശോദ അവിടെ ഉണ്ടെന്ന്. യശോദ അവിടെ തൊട്ടരികിൽ തന്നെയുണ്ട്. യശോദയോട് കരഞ്ഞുകൊണ്ട് രാധിക പറയുന്നു, എന്നെ പുറത്താക്കരുത് എന്ന് പറയാമേ. എന്നാൽ മുഖം തിരിച്ചു നിൽക്കുകയാണ് യശോദ. അമ്മേ എന്നൊക്കെ രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും രാധികയെ പുറത്തേക്ക് പിടിച്ച് തള്ളുകയാണ് മുത്തശ്ശി. ആ സമയത്ത് തന്നെ ദേവൻ അവിടേക്ക് വരുന്നു. തന്ത്രിയുടെ കാൽക്കലാണ് രാധിക ചെന്ന് വീഴുന്നത്. തന്ത്രിയാണെങ്കിൽ രാധികയെ എഴുന്നേൽപ്പിക്കുന്നു. എന്താ അമ്മയെ കാണിക്കുന്നത്, എന്തായി കാണിച്ചെന്ന് എന്നൊക്കെ ദേവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഇനി ഇവളി വീട്ടിൽ വേണ്ട, ഇവളിവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും നന്നായിട്ട് മരിക്കില്ല എന്ന് പറയുമ്പോൾ തന്ത്രി പറയുന്നു, അമ്മ കണ്ടുപിടിച്ച പുതിയ കുറ്റം എന്താണെന്ന്. മുത്തശ്ശി പറയുന്നു, ഇന്ന് ഇവളെ ഇവിടെ തിരക്കിയ ആളുകൾ വന്നിരുന്നു, ഇരിടത്ത് നിൽക്കാനും സംസാരിക്കാനും ഒക്കെ. എന്തിനമ്മ ഇങ്ങനെ കള്ളം പറയുന്നത്? ഈ കാര്യം അമ്മ മുന്നേ പറഞ്ഞിട്ടില്ലേ? ഏതോ ഒരു പുരുഷന്റെ കൂടെ ഇവള് കയറി വന്നു എന്ന്. അന്ന് ഇവിടെ എന്താ സംഭവിച്ചത്? യശോദയല്ല ഇവളെ കൂട്ടിക്കൊണ്ടുവന്നത്? സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കുന്നത് കൊണ്ട് മാത്രമാണ് അമ്മേ ഈ കുഴപ്പം എന്ന് ദേവ നീ കാര്യങ്ങൾ അറിയാതെയാ സംസാരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ നെഞ്ചിൽ കിടന്ന് നീറുന്ന കാര്യങ്ങൾ നീയും അറിഞ്ഞാൽ എന്നെ മുത്തശ്ശി പറയുമ്പോൾ തന്ത്രി ചോദിക്കുന്നു, എന്ത് കാര്യങ്ങളാണെന്ന്. ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാണ് ഈ കുടുംബത്തിലുള്ളത് എന്ന് ചോദിക്കുന്നു. പറയമ്മ, ഒരുപാട് തവണ പറഞ്ഞു കൊണ്ടത് മാത്രം കള്ളം ഒരിക്കലും സത്യമാകില്ല. അമ്മയ്ക്ക് എൻ്റെ മകളെ ഇഷ്ടമല്ല. പലതവണ പടി കടത്തിവിടാൻ അമ്മ ശ്രമിച്ചതാണ്. പക്ഷെ എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ അതിന് സമ്മതിക്കില്ല. മോളെ അകത്ത് പോ എന്ന് തന്ത്രി രാധികയോട് പറയുന്നു. അച്ഛാ എന്ന് പറഞ്ഞ് വിഷമത്തോടെ രാധിക നിൽക്കുമ്പോൾ തന്ത്രി ഒന്നുകൂടി അകത്തേക്ക് പോകാനായി രാധികയോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ രാധിക ഇപ്പോൾ അകത്തേക്കും പോയി. ഇങ്ങനെ തന്ത്രി പറയുന്നത് കൊണ്ട് മറ്റുള്ളവർക്കൊന്നും പറയാനും സാധിക്കുന്നില്ല. അകത്തേക്ക് ചെന്നിരുന്ന് കരയുകയാണ് രാധിക. യശോദ, ഇനി ഇതിങ്ങനെ തുടരാൻ സാധിക്കില്ല. ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ എൻ്റെ മുന്നിൽ. എത്രയും പെട്ടെന്ന് രാധികമോളുടെ വിവാഹം നടത്തണം. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. അതോടെ അവളെ കണ്ടുകൂടാന്നുള്ള അമ്മയുടെ പരാതി മാറുമല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു, മതി, ഏതെങ്കിലും കണ്ണ് പൊട്ടനെയോ കാലിൽ മുടന്തുള്ളവനെയോ കണ്ടുപിടിച്ച് അവളെ കെട്ടിച്ചു കൊടുക്ക്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകട്ടെ നാശം. എൻ്റെ മോൾക്ക് യോഗ്യതയുള്ള ഒരാളെ തേടി കണ്ടെത്താൻ എനിക്കറിയാമേ. ആ കാര്യത്തിൽ ദേവനാരായണൻ ഒരിക്കലും പരിഗണന കുറയ്ക്കില്ല എന്നെ തന്ത്രി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു, യശോദ, എല്ലാ പ്രശ്നങ്ങൾക്കും ഇതാണ് പരിഹാരം. അവരുടെ കല്യാണം നടക്കട്ടെ. കല്യാണം നടത്താൻ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ സന്തോഷത്തോടെ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കും. ദേവേട്ട, പെട്ടെന്ന് എന്നൊക്കെ യശോദ പറയുമ്പോൾ തന്ത്രി പറയുന്നു, ഒരു കല്യാണം കഴിച്ചതിൻ്റെ ആ പ്രശ്നം തീർന്നിട്ടില്ല. അത് വീട്ടിൽ തീർക്കാൻ പറ്റുമെന്ന് ഇപ്പോഴും എനിക്ക് അറിയില്ല. എനിക്കെൻ്റെ രണ്ട് മക്കളും ഒരുപോലെയാണ്. രാധികമോളുടെ മനസ്സ് ഇനി വേദനിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനം എടുത്തോ, നല്ലൊരു ബന്ധം വന്നാൽ എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തിയിരിക്കും. അത്രയും പറഞ്ഞ് തന്ത്രി അകത്തേക്ക് പോകുന്നു. യശോദ, ഈ തീരുമാനം ഇനി ഉടനെ നടത്തണം. നീ പ്രസവിച്ച മോളുടെ സുരക്ഷിതത്വത്തിന് ഇതാണ് അത്യാവശ്യം. ചെറുക്കനെ കണ്ടുപിടിക്കേണ്ട കാര്യമല്ലേ, അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് മുത്തശ്ശിയും അകത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് യശോദ. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം രാധികയുടെ വീട്ടിൽ തന്നെ. രാധികയുടെ അടുത്തേക്ക് മുത്തശ്ശി വന്നു. നീ വേഗം കുളിച്ച് റെഡിയാകാൻ പറയുന്നു. പറഞ്ഞത് കേൾക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ എന്തിനാ മുത്തശ്ശി എന്ന് രാധിക ചോദിക്കുന്നു. നിന്നെ ജീവനോടെ അടക്കാൻ എന്താടി പറഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ട്? പോയി കുളിച്ചൊരുങ്ങി നിൽക്കാനാ പറഞ്ഞത്, ചെല്ല് എന്ന് പറഞ്ഞ് മുത്തശ്ശി രാധികയെ പറഞ്ഞു വിട്ടു. രാധിക ഇവിടുന്ന് പോയപ്പോൾ സന്തോഷത്തോടെ മുത്തശ്ശി നിൽക്കുന്നു. മനസ്സിലാകാതെ രാധിക പോവുകയാണ് ഒരുങ്ങാനായിട്ട്. ഒന്ന് വേഗം ചെല്ലടി എന്ന് മുത്തശ്ശി രാധികയോട് പറയുന്നു. എന്താമ്മേ എന്നെ യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു, അവളുടെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ടെന്ന്. യശോദ വീണ്ടും ചോദിക്കുന്നു, ഇത്ര പെട്ടെന്നോ? വെച്ച് താമസിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ രാത്രി തന്നെ എല്ലാം ഞാൻ ഏർപ്പാടാക്കി. എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോട്ടെ, പോയി കിട്ടുമല്ലോ, നാശം എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോകുന്നു. യശോദ ടെൻഷനോടെയും മനസ്സിലാകാതെയും നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ മുത്തശ്ശി ഏർപ്പാടാക്കിയ ആൾക്കാർ അവിടേക്ക് വരികയാണ്. അവരെ കാത്തു നിൽക്കുകയാണ് തന്ത്രിയും മുത്തശ്ശിയും. ഇതാരാമ ഈ വരുന്ന ആൾക്കാര്? അമ്മ എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല എന്ന് തന്ത്രി. എടാ, അവർ കുറച്ച് ദൂരെയുള്ളവരാണ്, നല്ല കുടുംബമാണ്, നല്ല സാമ്പത്തിക സ്ഥിതിയാണ് എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അമ്മ ഇതെങ്ങനെയാ ഒപ്പിച്ചത് എന്ന് തന്ത്രി ചോദിക്കുന്നു. അത്യാവശ്യമാണെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സുഭദ്രയില്ലേ, ആ സുഭദ്രയോടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അവളെന്തായാലും നമുക്ക് ചേരാത്ത ഒരു ബന്ധം പറയില്ലല്ലോ എന്ന് മുത്തശ്ശി. ആരാന്ന് വെച്ചാൽ വരട്ടെ, ഒക്കും എങ്കിൽ നടക്കാം എന്ന് പറയുന്നു. ഇനി ഒക്കുമോ ഇല്ലയോ എന്നല്ല, നടത്താം, അത്ര തന്നെയെന്ന് മുത്തശ്ശി. എന്തായാലും എൻ്റെ മകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ അവളെ തലയിൽ ഞാൻ കെട്ടിവെക്കില്ല, അതുകൊണ്ട് അമ്മ വിചാരിക്കാൻ വേണ്ട എന്ന് തന്ത്രി. കാറിൽ അവിടേക്കൊരു കൂട്ടരെത്തി. ഒരു പയ്യൻ പുറത്തിറങ്ങി. കാണാൻ നല്ല ചുള്ളൻ ചെക്കൻ. ആ പയ്യന്റെ അച്ഛനും അവിടേക്ക് വന്നു. പിന്നെ ഒരു ബ്രോക്കറും. അവരും ഇവരും തമ്മിൽ സംസാരിക്കുകയാണ്. അവരെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് തന്ത്രി. അവരിപ്പോൾ അകത്തേക്ക് കയറി വന്നു. തിരുമേനിയുടെ കുടുംബത്തിന്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ബ്രോക്കർ പറയുന്നു. ആ പയ്യന്റെ ജോലി പറയുന്നു. ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്നും ആ കമ്പനി തൻ്റേതാണെന്നും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഇങ്ങനെ വലിയ സന്തോഷത്തോടെ നിൽക്കുകയാണ് മുത്തശ്ശിയൊക്കെ. രാധിക അവിടേക്ക്
ചായയുമായി വരികയാണ് അവർക്ക്. യശോദ തൊട്ട് പിന്നാലെ തന്നെ വരുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.